നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാനന്തവാടി എരുമത്തെരുവിൽ കാറിന് തീകൊളുത്തി വ്യാപാരി മരിച്ചു. മരിച്ചത് വള്ളിത്തൊടി സ്വദേശി സജീർ. കുടുംബാംഗങ്ങൾക്കും പൊള്ളലേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യവിഷബാധ. പായം കരിയാലിലെ 24 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. റബ്ബറിന് പൊടിക്കുമിൽ രോഗം. തളിരിലകൾ കൊഴിയുന്നു. പാൽ ഉൽപാദനത്തിനും വന്നിടിവ്. വയനാട് മാനന്തവാടി എരുമത്തെരുവിൽ കാറിലിരുന്ന ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ വ്യാപാരി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്ക് പൊള്ളലേറ്റു. കർണാടകയിലെ കുട്ടത്ത് വ്യാപാരം ചെയ്യുന്ന ഇരിട്ടി വള്ളിത്തോട് സ്വദേശി സജീറാണ് മരിച്ചത്. മാനന്തവാടി എരുമത്തെരുവിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കത്തി യുവാവ് മരിച്ചു. കണ്ണൂർ സ്വദേശിയും മാനന്തവാടി കുട്ടയിൽ ദീർഘകാലമായി വ്യാപാരം നടത്തുന്ന സജീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. എരുമത്തെരുവിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് കാറിൽ തീ പടർന്നത്. പെട്രോൾ നിറച്ച 2 ക്യാനുകൾ കാറിലുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവിടെ നമ്മൾ വരുമ്പോൾ കത്തുന്നതാണ്. ഓടി വന്ന തീ അടച്ച് ഇങ്ങനെ അയാൾ ഇങ്ങനെ കവിന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മക്കള് 3 പുറത്തേക്കാക്കി. പിന്നെ വർത്തമാനം പറയുന്ന ഒരു മോന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ചെറിയ മക്കളാണ്. പിന്നെ ഈ ഉമ്മക്ക് നല്ല പൊള്ളലുണ്ട്. പിന്നെ അയാള് എന്തായാലും കഴിച്ചിലാക്കാൻ പറ്റിയില്ല. വെള്ളമൊക്കെ നിറച്ച് 3 കുട്ടികളുണ്ടായിരുന്നു. ഭാര്യ ഒരു ഫാമിലി ആയിട്ടാണ്. ഭാര്യ നജമുന്നിസയും മക്കളായ നിബ്രാൻ, നിസാൻ, ആയിഷ എന്നിവരുമാണ് കാറിലുണ്ടായിരുന്നത്. നജമുന്നിസക്ക് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. ആയിഷക്കും നിസാരമായി പൊള്ളലേറ്റു. ഇവരെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യവിഷബാധ. പായം പഞ്ചായത്തിലെ കരിയാലിലുള്ള 24 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം കരിയാലിലുള്ള ഒരു വീട്ടിൽ തൊഴിലുറപ്പ് തൊഴിലിന്റെ ഭാഗമായി പായം പഞ്ചായത്തിലെ 10-ാം വാർഡിലെ കരിയാലിലുള്ള 26 പേർ പറമ്പിൽ പ്രവൃത്തി നടത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്നും അവിൽ കഴിച്ച 24 പേർക്കാണ് വയറിളക്കവും ഛർദ്ദിയും ഉണ്ടായത്. ഇവർ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രീത, മിനി, ബിന്ദു, രാധ, നാരായണി, വിക്രമൻ ഉൾപ്പെടെയുള്ള 24 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വള്ളിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി. റബ്ബറിന് പൊടിക്കുമിൽ രോഗം. തളിരിലകൾ കൊഴിയുന്നു. പാൽ ഉൽപാദനത്തിലും വന്നിടിവ്. റബ്ബറിനെ ബാധിച്ച പൊടിൽ കുമിൾ രോഗം റബ്ബർ കർഷകരെ ആശങ്കയിലാക്കുന്നു. കുമിൾ രോഗം ബാധിച്ച റബ്ബർ മരങ്ങളുടെ തളിരിലകൾ വ്യാപകമായി കൊഴിഞ്ഞു വീഴുന്നു. ഇലയുടെ തണ്ടുകൾ മാത്രമാണ് മരത്തിൽ അവശേഷിക്കുന്നത്. വേനൽ കടുത്തതിനാൽ ഇലകളുടെ അഭാവത്തിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ വ്യാപകമായി ഉണങ്ങുന്നതിനും ഇത് കാരണമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. രോഗം ബാധിച്ച തോട്ടങ്ങളിൽ റബ്ബർ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ 30 മുതൽ 40% വരെ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാൽ ഉൽപ്പാദനത്തിലെ കുറവ് കർഷകന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി. പുരസ്കാര നിറവിൽ മനീഷ് മുഴക്കുന്ന്. കീഴുവാരങ്ങൾ എന്ന നോവലിന് മനീഷ് മുഴക്കുന്നിന് പ്ലാവില സാഹിത്യ പുരസ്കാരം. മുഴക്കുന്ന് നെയ്യളം സ്വദേശിയായ മനീഷിന്റെ 2ാമത്തെ നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഒരേ ഒരു ജീവിതം. ആ ജീവിതത്തിൽ വയനാടിൻ്റെ മക്കളെ നേരെ ചൊവ്വെ മനസ്സിലാക്കി അവരെ ചുവടോടെ പിഴുത് പുസ്തകത്താളിലേക്ക് പാകി പകർത്തുമ്പോൾ അവരുടെ സത്ത നശിക്കാതെ, ഏച്ചുകെട്ടലുകളില്ലാതെ, മുഷിപ്പിക്കാതെ അവർക്ക് പോകേണ്ട കാനന വഴികളും കാട്ടുചോലകളും എത്തിപ്പിടിച്ചു കയറേണ്ട കാട്ടുമരങ്ങളും മരക്കൊമ്പുകളും ഒന്നും വിടാതെ തൻ്റെ മനസ്സാകുന്ന നടുത്തളത്തിൽ പ്രത്യാശയോടെയാണ് മനീഷ് മുഴക്കുന്ന് എന്ന യുവസാഹിത്യകാരൻ അനുഭവങ്ങളുടെ മാസ്മരികതയെന്ന മാജിക് കീഴുവാരങ്ങൾ എന്ന നോവലിൽ സ്ഫുടം ചെയ്തിരിക്കുന്നത്. മുഴക്കുന്ന് നെയ്യളം സ്വദേശിയായ മനീഷ് 2 നോവലുകളാണ് ഇതിനകം എഴുതി പൂർത്തിയാക്കിയത്. 2022 മിഴാവുകുന്നും 2025 കീഴുവാരങ്ങളും. മിഴാവുകുന്ന് എഴുതിയതിനു ശേഷം 3 വർഷമെടുത്താണ് ആദിവാസി വിഭാഗത്തിലെ പണിയ സമുദായക്കാരുടെ ജീവിതം കീഴുവാരങ്ങളിലൂടെ പുറത്തെത്തിച്ചത്. 50-ലധികം യാത്രകൾ നടത്തിയതിനു ശേഷമാണ് കീഴുവാരങ്ങൾ എന്ന നോവൽ പുറത്തെത്തിക്കാൻ സാധിച്ചത്. വായനയിലൂടെ എഴുത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. വായനയുടെ തുടർച്ചയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളെ ചേർത്ത് വെച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതുകയും ആ കഥകൾ വായനക്കാരിലേക്ക് എത്തുകയും അതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് മിഴാവുകുന്ന് എന്നൊരു നോവൽ എഴുതിയിട്ടുള്ളത്.
മുഴക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 1960 മുതലുള്ള 80 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുന്ന ഒരു പുസ്തകമാണ്. ആ കാലഘട്ടത്തിലെ ഐതിഹ്യ കഥകളും അവിടുത്തെ കാർഷിക സംസ്കാരങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മിഴാവ് കുന്ന്. അതിനുശേഷം വള്ളിയൂർക്കാവിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസി ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഗോത്ര ജീവിതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകമാണ് കീളുവാരങ്ങൾ. വള്ളിയൂർക്കാവിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ഇന്നലകളിൽ ഇവിടെ വല്ലിപ്പണി എന്നൊരു അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അതിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കീളുവാരങ്ങൾ എന്ന നോവൽ എഴുതിയിട്ടുള്ളത്. ആദിവാസി ജീവിതത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഷ ഉൾപ്പെടെ ഈ നോവലിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പണിയ സമുദായത്തിന്റെ ഗോത്രഭാഷ അതേപടി കീളുവാരങ്ങൾ എന്ന നോവലിലും ഉണ്ട്. കൂടാതെ മനീഷിന് സഹായവുമായി ബാബു മുഴക്കുന്നും ഒപ്പമുണ്ടായിരുന്നു. വള്ളിയൂർക്കാവിലെ വെള്ളിമൂപ്പനാണ് കീളുവാരങ്ങളിലേക്ക് കൂടുതലായി അടുപ്പിച്ചത്. തില്ലങ്കേരി കാവുംപടിയിൽ CHM ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം ആശാരിപ്പണിക്കായി ഇറങ്ങിയ മനീഷ് ജോലിയുടെ ഇടവേളകളിലാണ് എഴുത്തിലേക്ക് തിരിയുന്നത്. വായനയിലൂടെയാണ് മനീഷ് എഴുത്തിലേക്ക് എത്തുന്നത്. പ്ലാവില സാഹിത്യ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മനീഷ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കുക എന്നുള്ളത് സന്തോഷമാണ്. അതിനേക്കാൾ ഉപരി ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അവരുടെ പുസ്തകം വായിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ നിലയിൽ ഈ 6 മാസം കൊണ്ട് തന്നെ കീളുവാരങ്ങൾ നല്ല വായന ലഭിക്കുകയും നിരവധി ഇടങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇത്തരം അവാർഡുകൾ കിട്ടുക എന്നുള്ളത് അത് ഇരട്ടി സന്തോഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. 3 വർഷം കൊണ്ടാണ് കീളുവാരങ്ങൾ എന്ന നോവൽ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് പേരാവിൽ നിന്ന് ഏതാണ്ട് 50ഓളം കിലോമീറ്ററാണ് വയനാട്ടിലേക്കുള്ളത്. അപ്പോൾ അവിടുത്തെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ അവിടെയുള്ള മനുഷ്യരെ കണ്ട് അവരോട് പഴയ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് കീളുവാരങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 50 തവണ മുകളിൽ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അവിടുത്തെ ജീവിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും പഴയ കാലങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ചെയ്തുകൊണ്ടാണ് കീളുവാരങ്ങൾ എന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്ലാവില സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ഏപ്രിൽ ആദ്യവാരം മനീഷിന് സമ്മാനിക്കും. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള നോവൽ പുതിയ അനുഭവങ്ങളിലേക്കും അസാധാരണ പരിസരങ്ങളിലേക്കും പടരുമ്പോൾ മനീഷ് മുഴക്കുന്നും സ്വന്തം ശബ്ദം ഉറക്കെ കേൾപ്പിക്കുകയാണ് കീളുവാരങ്ങളിലൂടെ. ഒരു പുസ്തകം എഴുതുമ്പോൾ വളരെ ആലോചിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് രീതി. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു മനസ്സിൽ തൃപ്തിയായിട്ടുള്ള വിഷയത്തിലേക്ക് ഇതുവരെ ഇപ്പോൾ എത്തി എന്ന് മാത്രം പറയാം. എഴുത്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ പണി എടുക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും കിട്ടുന്ന സമയങ്ങളൊക്കെ എഴുത്തിന് വേണ്ടി അതുപോലെ വായനയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കാറ്. കൂടുതൽ സമയവും എഴുതുന്നത് ഒരു പുലർച്ചെ 4 മണി 4:30 സമയത്ത് എഴുന്നേറ്റിട്ടാണ് എഴുതുന്നത്. ആ സമയം എഴുതാനൊരു വളരെ സുഖമുള്ള ഒരു സമയമായിട്ടാണ് അനുഭവപ്പെടാറ്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേരളം. നാരങ്ങാത്തട്ട് മുരിക്കുംകരി ശാന്തിഗിരി റോഡ് തകർന്നു. തകർന്ന പാത അടിയന്തരമായി അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അധികൃതരുടെ കനിവ് തേടുകയാണ് ശാന്തിഗിരി നിവാസികൾ. കുടിയേറ്റ കാലത്തിന്റെ പഴക്കമുള്ള നാരങ്ങാത്തട്ട് മുരിക്കുംകരി ശാന്തിഗിരി റോഡ് തകർന്നടിഞ്ഞ ഭാഗം ടാർ ചെയ്യാൻ ഇനി ആരോട് പറയണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ചോദ്യം. മുൻപ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പാത ടാറിംഗ് നടത്തിയിരുന്നു. ഇതിലധിക ഭാഗവും ഇപ്പോൾ തകർന്നടിഞ്ഞ് ഗർത്തങ്ങളായി. മുൻപ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാതയുടെ ഭാഗങ്ങൾ ടാറിംഗ് നടത്തിയിരുന്നു. മുൻപ് ടാർ ചെയ്തെങ്കിലും പ്രധാന ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. തകർന്ന പാത അടിയന്തരമായി ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലക്കാച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണിത്. കേളകം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപാതകൾ മുഴുവൻ ടാറിംഗ് പൂർത്തിയാക്കി ഫണ്ട് ചിലവിടാൻ കോൺക്രീറ്റ് പാതകൾ തീർക്കുമ്പോഴാണ് മുരിക്കുംകരി പാത ഇவ்விധം തകർന്നു കിടക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൃഷി കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കേളകം പോലീസ് സ്വന്തം കസ്റ്റഡിയിൽ നടത്തിയ കൃഷിക്ക് 100 മേനി വിളവ്. കേളകം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാക്കിക്കുള്ളിലെ കർഷകർ സജീവമായതോടെ കേളകം പോലീസ് സ്റ്റേഷൻ പരിസരം ഹരിതഭൂമിയായി മാറി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഷൻ പരിസരത്ത് പച്ചക്കറി കൃഷി സജീവമാക്കിയത്. വിഷരഹിത പച്ചക്കറിത്തോട്ടത്തിൽ വാഴ, വെണ്ട, ചീര, വഴുതിന, തക്കാളി, പച്ചമുളക്, പുതിനയില, മല്ലിച്ചപ്പ്, പയർ,
കക്കിരി തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഒഴിവ് സമയം ഉപയോഗിച്ചാണ് കൃഷിത്തോട്ടം ഒരുക്കിയത്. സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ജോലിയുടെ ഇടവേളകളിൽ നനക്കാനും വളമിടാനുമായി പച്ചക്കറിത്തോട്ടത്തിലെത്തും. പൂർണ്ണമായും ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ പച്ചക്കറിയും നല്ലപോലെ വിളവ് നൽകിയിട്ടുണ്ടെന്ന് SI ഗംഗാധരൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2 മാസം മുമ്പ് ഗളകം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാട് പിടിച്ചു കിടന്ന സ്റ്റേഷൻ സുരക്ഷാ മതിലിന് പുറത്ത് കാട് പിടിച്ചു കിടന്നിരുന്ന ഈ പ്രദേശം നമ്മൾ വൃത്തിയാക്കി പച്ചക്കറിയും വാഴയും പോലുള്ള വിളകൾ കൃഷി ചെയ്തത്. ഇന്നത് വളർന്ന് നമുക്ക് അതിൻ്റെ വിളവ് എടുപ്പായിരുന്നു. നമുക്ക് ധാരാളം ചീരയും അതുപോലെ തന്നെ പയറ്, വഴുതന, വെണ്ട, തക്കാളി പോലെയുള്ള വിളകളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ നമുക്ക് മികച്ച വിളവ് ലഭിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ നിന്നാണ് നമ്മൾ ഇതിനാവശ്യമായ ജൈവവളം ശേഖരിച്ചത്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചാണകവും അതുപോലെ തന്നെ കോഴിവളവും ഒക്കെ നൽകിയിരുന്നു. അതിൻ്റെ കൂടി ഫലമാണ് ഈ മികച്ച വിളവ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായത്. എപ്പോഴൊക്കെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവ് വേളകളിലാണ്. ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞുള്ള ഇടവേളകളിലൊക്കെയാണ് ഈ കൃഷിയിൽ ഇവിടുത്തെ പോലീസ് സേനാംഗങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. കൃഷി ചെയ്ത് ഈ മികച്ച വിളവ് ലഭിക്കുന്നതിനിടയാക്കിയിട്ടുള്ളത്. വിത്തിനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചത് കളകം കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ സ്വകാര്യ വിൽപ്പനക്കാരിൽ നിന്നൊക്കെയാണ് ഇതിനാവശ്യമായ വിത്തും തൈകളും ഒക്കെ ഞങ്ങൾ ശേഖരിച്ചത്. എന്തൊക്കെയാണ് ഇപ്പോൾ വിളവെടുത്തിട്ടുള്ളത്? ഇപ്പോഴേ നമുക്ക് വഴുതന ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളിയുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, വെണ്ട, അതുപോലെ ചെറിയ പുതിന, മല്ലിച്ചപ്പ് ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലുള്ള തോതിലെങ്കിലും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്റ്റേഷൻ അടുക്കളയിലേക്കാണ് ഉപയോഗിക്കുന്നത്. കൃഷി ഇറക്കിയപ്പോൾ ഇത്രയധികം വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേളകം സ്റ്റേഷൻ പരിധിയിൽ പൊതുവെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാട് പിടിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അതിന് മുന്നേ ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുകയും അതിനനുബന്ധിച്ച് ഈ സ്ഥലങ്ങളിൽ JCB കൊണ്ടുവന്ന് ക്ലീൻ ആക്കുകയും കൃഷി ചെയ്യാനുള്ള ഉപയുക്തമായ രീതിയിൽ ഇതിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശബരിമല ഡ്യൂട്ടി സമയത്തായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് ഇവിടെയുള്ള പോലീസുകാരും മറ്റും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വെള്ളം നനക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള വളങ്ങൾ അടുത്ത പ്രദേശങ്ങളിലെ നല്ലവരായ നാട്ടുകാരാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാ പോലീസുകാരും അത്യാവശ്യം എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം നമ്മുടെ മെസ്സിലേക്കും വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. SI വിജയൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത്, രതീഷ്, ദിൽജിത്ത്, ജിജു, വിനോദ് തുടങ്ങി സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും പച്ചക്കറി കൃഷിയിൽ സഹായവുമായി ഉണ്ട്. കാക്കിക്കുള്ളിലെ കർഷകർ കാർഷിക വിപ്ലവമാണ് കേളകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തീർത്തിരിക്കുന്നത്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആറ്റാഞ്ചേരി ഉന്നതിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിൽ വന്യജീവി ആക്രമിച്ചുവെന്ന് കരുതുന്ന നായയുടെ സമാനമായ ജഡം കണ്ടെത്തിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാഞ്ചേരി ഉന്നതിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിൽ നിന്നാണ് വളർത്തുനായയുടെ രൂപസാദൃശ്യമുള്ള ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. രാവിലെ കശുമാവിൻ തോട്ടത്തിൽ നിന്നും കശുവണ്ടി ശേഖരിക്കുകയായിരുന്ന തൊഴിലാളികളാണ് ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വന്യജീവി ആക്രമിച്ച് കൊന്നതാകാമെന്ന സംശയത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോയ് ജോർജ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ജഡം കുറുനരിയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കുറുനരിയെ ചെന്നായ പിടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പഞ്ചായത്തിൽ ആറ്റാഞ്ചേരി 13-ാം വാർഡിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത്, ഉന്നതിയോട് ചേർന്നുള്ളൊരു സ്ഥലത്ത് ഒരു വളർത്തുനായയെ കാട്ടുമൃഗം പിടിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം സംശയിക്കപ്പെടാൻ കാരണം അതിൻ്റെ വാരിയെല്ലുകൾ തിന്നിട്ടുണ്ട്, തല മാറി കിടപ്പുണ്ട്, കാലിൻ്റെ അവശിഷ്ടവും മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിനുമുമ്പ് വന്യമൃഗങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട് എന്ന് പൊതുവെ ജനങ്ങൾ കണ്ടതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നതിനാൽ ഫോറസ്റ്റ് റേഞ്ചറെ അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച് നിജസ്ഥിതി അറിയിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അവരെത്തിയിട്ടില്ല. അവരെത്തിയാൽ അതിനെക്കുറിച്ചൊരു നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പൊയ്യമല കമ്പിപ്പാലം ഭാഗത്ത് വീട്ടുമുറ്റത്ത് വന്യജീവിയുടെ കാൽപ്പാടുകൾ. സാബു വാളിപ്ലാക്കലിന്റെ വീട്ടുമുറ്റത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. മണത്തണ സെക്ഷനിൽപ്പെട്ട കേളകം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പൊയ്യമല കമ്പിപ്പാലം ഭാഗത്തെ സാബു വാളിപ്ലാക്കലിന്റെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് കരിങ്കൽ ചിപ്സ് വിതറിയ സ്ഥലത്ത് വന്യജീവി കടന്നുപോയ കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. ഞാൻ റൂമിൽ കിടന്നുറങ്ങുന്ന സമയമാണ്. 2 മണിക്ക് ഇത് ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പുലിയെന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല, ഇതുവരെ ഇവിടെ സംഭവിച്ചില്ല അങ്ങനെ. പക്ഷേ ഇത് ഒച്ച കേട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഭയങ്കരമായിട്ടൊരു വലിയൊരു മൃഗം ഓടുന്നൊരു സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടാണ് കതക് തുറന്നത്. കതക് തുറന്ന സൗണ്ട് കേട്ടപ്പോൾ കോഴി ഫാം ഇവിടെ അടുത്തുള്ളതുകൊണ്ട് ആ ലൈറ്റിൽ അവിടെ നിന്ന് നേരെ റിട്ടേൺ തിരിച്ചു. പക്ഷേ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഒരു രൂപരേഖ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് ഇട്ടില്ല, പെരയുടെ ഫ്രണ്ട് ലൈറ്റ് ഇട്ടാത്തതുകൊണ്ട് വ്യക്തമായിട്ടല്ല. പക്ഷേ ഒരു വലിയ മൃഗമാണെന്ന് മനസ്സിലായി, ഉറപ്പ്. അതാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങളിതിന് വിളിക്കാനും കാണങ്ങളൊക്കെ ചെയ്യാനും കാരണം. പക്ഷേ കാൽപ്പാടുകൾ മുറ്റത്തോട് ഞാൻ രാവിലെ നോക്കുമ്പോൾ മൊത്തം മുറ്റത്തോട് കാൽപ്പാടുണ്ട്. ഞാൻ നോക്കിയായിരുന്നു, രാത്രി തന്നെ കണ്ടിരുന്നു. രാവിലെ വൈഫിനോട് പറഞ്ഞ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം കണ്ട കറക്റ്റ്. അതാണ് ഞാൻ എല്ലാവരെയും ഇൻഫോം ചെയ്തത്. എന്നാൽ ഏത് ജീവിയുടെ കാൽപ്പാടാണെന്ന് വ്യക്തമായിട്ടില്ല. വീടിനോട് ചേർന്ന് കോഴി ഫാമും തൊഴുത്തുമുള്ളതിനാൽ നിരീക്ഷണത്തിനായി ക്യാമറയും ട്രാപ്പ് വെക്കുന്നതിനും പട്രോളിംഗ് നടത്തുന്നതിനും പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഏത് വന്യജീവിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഈ വീട്ടുപറമ്പിലുണ്ട് വ്യത്യസ്തമായ മരങ്ങളും ചെടികളും. കച്ചേരിക്കടവ് മുടിക്കയത്തെ കപ്പലുമാക്കൽ ദോർജിയുടെ പറമ്പിലാണ് ഷിംഷിപ വൃക്ഷം മുതൽ അനേകം വൃക്ഷങ്ങളും ചെടികളും ഉള്ളത്. മരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ഇങ്ങ് കേരള കർണാടക അതിർത്തിയിലെ കച്ചേരിക്കടവ് മുടിക്കയത്തുള്ള KM ദോർജി. അദ്ദേഹത്തിൻ്റെ പറമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ശ്രീലങ്കയിൽ ഒളിപ്പിച്ചിരുത്തിയ മരം ഓർമ്മയുണ്ടോ? എങ്കിലിതാ കച്ചേരിക്കടവ് മുടിക്കയത്തെ കപ്പലുമാക്കൽ ദോർജിയുടെ വീട്ടുമുറ്റത്തുണ്ട് ഈ മരം. ലങ്കയിൽ ആണ് ഇത് വളർന്നു വന്നിരുന്നത്. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചപ്പോൾ സീതാദേവിയെ തേടി ഹനുമാൻ പോവുകയും ഹനുമാൻ ചെല്ലുമ്പോൾ കാണുന്നത് അശോകവനത്തിലെ ശിംശിബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയാണ്. അങ്ങനെ സീതാദേവിയുമായി ബന്ധപ്പെട്ട് ഈ മരം ഒരു പ്രസക്തിയിലേക്ക് എത്തി. അവർക്ക് ചില ആൾക്കാരൊക്കെ ഇതൊരു പുണ്യവൃക്ഷമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ശ്രീലങ്ക സന്ദർശിക്കുന്നതിനിടയ്ക്ക് അവിടുന്ന് ഒരു ഫോട്ടോ എനിക്ക് വാട്സാപ്പ് വഴി അയക്കുകയും ഇന്നോല്ലൊരു അപൂർവ മരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയും അതിൻ്റെ ഒരു തൈ എനിക്കിവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഈ തൈ 10 വർഷം മുന്നേ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോൾ 7 വർഷമായിട്ട് ഇത് പൂക്കുന്നുണ്ട്. 10 മാസത്തോളം പൂവുണ്ടാകാറുമുണ്ട്. പൂവ് നല്ല മനോഹരമായിട്ട് തോന്നിക്കിടക്കുന്നത്. അതെ. ഇതിന്റെ സീഡിട്ടിട്ട് മുളയ്ക്കുന്നൊന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് ഇതിന്റെ ഒരു തൈക്ക് ഓർഡർ ചെയ്തിരിക്കുക. ഇതിൽ നിന്ന് എനിക്ക് വേറെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വേറെ ഒരു തൈ കൂടി ഇപ്പം ഞാൻ വരുത്താനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഉച്ചയ്ക്ക് വിശ്രമിക്കാനോ ഒരു കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊക്കെ സുഖമാണ്. പിന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയുന്നു. അത് ഈ അശോകം, ആല് ഇതൊക്കെ പോസിറ്റീവ് എനർജി തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് താമസം തുടങ്ങാത്തതുകൊണ്ട് ഇതിന്റെ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. വേറൊരു തൈ കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പൊ അടുത്ത കാലത്ത് പറയപ്പെടുക ഒന്നുണ്ട്, മരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവരൊരു കൂട്ടുകൂടി ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഇപ്പൊ അമേരിക്കയിലെ ഗവേഷകരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, മരങ്ങൾക്കും ജീവനുണ്ട്, അവരും പരസ്പരം ആശയവിനിമയങ്ങൾ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ ചെടിയുടെ പേരെനിക്ക് അറിയില്ലായിരുന്നു. നെറ്റ് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജാപ്പാനീസ് ജാസ്മിൻ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല സുഗന്ധം തരുന്നുണ്ട്, പിന്നെ കാഴ്ചക്ക് നല്ല ഭംഗിയാണ്, ബുഷായിട്ട് നിർത്താം. ഇത് എനിക്ക് തലശ്ശേരി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്, പക്ഷെ പേരെനിക്കറിയില്ലായിരുന്നു. ഈ ആലിനെ കുറിച്ച് എനിക്ക് പ്രത്യേകതകളൊന്നും അറിയില്ലായിരുന്നു. മട്ടന്നൂർ കോടോളിപ്പുറമുള്ള കൃഷ്ണൻ മാസ്റ്റർ കേന്ദ്ര ഔഷധോത്തമ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഇതാണ് ഒറിജിനൽ ബോധി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് കൃഷ്ണയാൽ വടവൃക്ഷം എന്ന് പേരുകളും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ചെറുപ്പത്തിൽ യശോദ ശ്രീകൃഷ്ണന് പാല് കൊടുത്തപ്പോൾ ഈ ഇല കൂട്ടിയിട്ടാണ് പാല് കൊടുത്തത്.
അങ്ങനെ ആ ഇല ഓടിപ്പോയി എന്നാണ് ഐതിഹ്യം. പക്ഷേ ഏതായാലും ഹിന്ദുക്കൾ ഒരു പുണ്യവൃക്ഷമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഞാനും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നുമുണ്ട്. ഇത് ഈ മരത്തിൻ്റെ തൈ എനിക്ക് തന്നത് കാഞ്ഞങ്ങാട് മാവുങ്കാലുള്ള ആനന്ദാശ്രമത്തിലെ മുക്താനന്ദ സ്വാമിജിയാണ്. വളരെ പരിപാലനമായിട്ട് നോക്കണം, എങ്കിലേ ഇത് മുറ്റത്ത് വെക്കാവുള്ളൂ എന്നൊക്കെ പ്രത്യേകം എന്നെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഇത് എനിക്ക് നൽകിയത്. ഞാനതായാലും അതുപോലെ തന്നെ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു 10 വർഷം തന്നെ പഴക്കമുണ്ട്. ഇത് അണലി വേഗ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ആദിവാസി കോളനിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, വയനാട്. അപ്പോൾ ഇത് വളരെ ഔഷധമുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസി കോളനി മൂപ്പൻ എനിക്ക് നൽകിയതാണ്. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, രാജവമ്പലല്ല, ഏത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ തോല് കല്ലോ മരോ കൊണ്ടുള്ള ആയുധങ്ങൾ, അതായത് ലോഹായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. തൊലി അടർത്തിയെടുത്ത് അത് ഇടിച്ചു വിഴിഞ്ഞ് അതിൻ്റെ നീര് 50 മില്ലി ഉള്ളിൽ ചെന്നുവെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, രോഗി മരിക്കുകയില്ല. സാവകാശം ആശുപത്രി പോയി കണ്ട് ചികിത്സ തേടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ മൂപ്പൻ നൽകിയ ഇത് കൊണ്ട് ഞാൻ മൂപ്പന്റെ പേരായി ഇട്ടിരിക്കുന്നത്, വള്ളി മൂപ്പൻ. 22 ഇനം മാവുകൾ, 30-ലധികം ഫ്രൂട്ട്സ് ചെടികൾ, പവിഴവല്ലി, പവിഴമുല്ല, മരമുല്ല, സിലോൺ മുല്ല, നാടൻ മുല്ല, ഇന്തോനേഷ്യൻ മുല്ല, മണിമുല്ല, ജപ്പാനീസ് മുല്ല തുടങ്ങിയ ചെടികൾ, പിച്ചി, പിച്ചകം, ജോൺ ക്രീപ്പർ, ഗോൾഡൻ ഷവർ സുന്ദരി തുടങ്ങിയ വിവിധ ഇനം വള്ളിച്ചെടികൾ, മന്ദാരം, 6 ഇനം മരച്ചെടികൾ, 10 ഇനം ചെമ്പകം, ജഗ്രാന്ത ബ്രൗണിയ, ഷിംഭിന, നാഗലിംഗം, ശംഖുപുഷ്പമരം, കാസിയമരം, പെട്രിയ, ലാഗസ്ട്രോമിയ, അശോക, ചുവപ്പ്, മഞ്ഞ തുടങ്ങിയവയും ചന്ദനം, രക്തചന്ദനം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള മരങ്ങളും ഇദ്ദേഹത്തിന്റെ പറമ്പിലുണ്ട്. വ്യത്യസ്തമായ മരങ്ങൾ തേടി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ നിന്നും തൈകൾ കൊണ്ടുവന്ന് വെച്ചു പിടിപ്പിക്കുകയാണ് ഈ കർഷകൻ. ഒത്തിരി വെറൈറ്റി ചെടികൾ കാണുന്നുണ്ടല്ലോ. ചെടികളുണ്ട്, അത് മരമാകുന്ന ചെടികളാണ് കൂടുതലും ഞാൻ വെച്ചു പിടിപ്പിക്കുന്നത്. പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ഇല, അതിൻ്റെ തോല്, കായ ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ട്, കാഷിയ അമാര. അതിന് മലയാളത്തിൽ സൂര്യനാമി ചെടി എന്ന് പറയും. കാന്താരി മുളകുണ്ടല്ലോ നമ്മുടെ, അത് പഴുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ പൂവുകൾ. വലിയ പടുകൂറ്റം മരമാവും, അതുണ്ട്. പിന്നെ നീല ശംഖുപുഷ്പം, ശംഖുപുഷ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നീല ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ വള്ളിയല്ല, മരം, അതിൻ്റെ മരമുണ്ട്. പിന്നെ നാഗപ്പൂ മരം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. പിന്നെ നമ്മുടെ പവിഴമല്ലി, റോസിഡ, ഇങ്ങനെ തുടങ്ങി അനവധി, ചിലതൊക്കെ നമ്മൾ വിട്ടുപോവുകയാണ്. പിന്നെ നീലക്കൊടുവേലിയുണ്ട്. അങ്ങനെ ഭൂരിപക്ഷവും മരമാകുന്ന ചെടികളാണ് ഉള്ളത്. പവിഴമല്ലിയുണ്ട്, പവിഴമുല്ലയുണ്ട്, പവിഴമല്ലിയുണ്ട്. ഇദ്ദേഹത്തിന് സഹായത്തിനായി ഭാര്യ ലിസിയുമുണ്ട്. മരങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇവിടം സന്ദർശിക്കാമെന്നും ഇവർ പറഞ്ഞു. കണ്ടാലും തീരില്ല ഇദ്ദേഹത്തിന്റെ പറമ്പിലെ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം. അത്രമേൽ ഇദ്ദേഹം ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. ഏതായാലും വരും നാളുകളിലും ഇവിടെ കൂടുതൽ വൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുവാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന തലമുറയ്ക്ക് പഠിക്കുവാനും ഇവിടെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മുടിക്കയത്ത് നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ജെൻസി ഐ ഇരിട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ JCI ഇരിട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇരിട്ടി JCI പ്രസിഡന്റ് മനു മാധവൻ, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK മാത്യു, ബിജു കുറുമട്ടം, സാജു വാഗാനിപ്പുഴ എന്നിവരും, മാത്യു രാജ്, ടെഡി ജോസഫ്, സൂരജ്, അഡ്വക്കേറ്റ് പ്രദീപ്, സെക്രട്ടറി ജോജി വർഗീസ്, ട്രഷറർ ഷിനോ മാത്യു, അംഗങ്ങളായ റസാഖ്, നവനീത്, ടോമിൻ, മുകേഷ്, സിദ്ധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ഇരിട്ടിക്കാർക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തതിൽ സന്തോഷവും അഭിമാനവും ഒപ്പം വളരെയേറെ സംതൃപ്തിയുണ്ട്. അത്തരമൊരു അവസരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾക്ക് അല്ലെങ്കിൽ ഇവിടെ കർത്തവ്യം ചെയ്യുന്ന ഈ സേവകർക്ക് നമ്മൾ ഒരു JCI ഇരിട്ടിയുടെ ലേബിൽ നമ്മളൊരു അംഗീകാരവും അപ്രീസിയേഷനും കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഹൈ വിഷൻ ന്യൂസ് ഇരിട്ടി. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ്
സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അനുമോദനം നൽകി. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അനുമോദനം നൽകി. അനുമോദനത്തിൻ്റെ ഭാഗമായി പായസ വിതരണവും ചെയ്തു. അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇ കെ സോണി, യൂണിറ്റ് പ്രസിഡന്റ് എം കെ അനീഷ്, സെക്രട്ടറി കെ വി രശാന്ത്, രഞ്ജിത്ത് കൈരളി, വി പുഷ്പ, ബേബി സെൻറ് മേരീസ്, ലെനീഷ് മട്ടന്നൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം സംഘടിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിലുടനീളം നടത്തിയ പരിശോധനയിൽ ഇന്ത്യയിലെ നല്ല പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തു. അതുപോലെ കേരളത്തിലെ നല്ല പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തു. ഭാഗ്യവശാൽ കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഒരു അവസരം നമുക്ക് ജീവിതത്തിൽ ഇനി വരുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനൊരു അവസരം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏകദേശം 560ഓളം പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഈ 560ഓളം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായിട്ട് നമ്മുടെ ഇരിട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും എല്ലാ അനുമോദനങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത നമ്മുടെ സ്വന്തം നാടായ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഈ പോലീസ് സ്റ്റേഷനോട് സഹകരിക്കുന്ന നമ്മുടെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയായ സോണിയേട്ടറും മറ്റ് മെമ്പർമാരും ഇവിടെ ഈ സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ അവർക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു വേള. ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി. ഇരിട്ടി ടൗണിലെ തണൽ മരങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ നളന്ദ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഇരിട്ടി ടൗണിലെ തണൽ മരങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ നളന്ദ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ബാബു സി കീഴൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, സി ബാബു, സുനിൽകുമാർ, അബു ഉവാപ്പള്ളി, ഹനീഫ ഇരട്ടി, ജയേഷ് പായം എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ ഇതിന് പിന്നിലാകാം. എന്തെങ്കിലും ഇതിന് പിന്നിൽ ഒരു മോട്ടീവുണ്ട്, യാതൊരു സംശയമില്ല. ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള സംശയമില്ല. ആ ഉദ്ദേശം തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് ഓടിപ്പോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സാമൂഹിക കൂട്ടായ്മകൾ ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുക തന്നെ വേണം. ഏത് നിയമ നടപടിയിൽ പോലും നാം അത് തയ്യാറാകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. നിയമ നടപടികൾക്ക് പോലും നാം എല്ലാവരും തയ്യാറാകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇരിട്ടിയുടെ 81-82 കാലഘട്ടങ്ങൾ ഇരിട്ടിയിൽ ഒരുപാട് തണൽ മരങ്ങൾ നട്ട കാലഘട്ടങ്ങൾ അന്ന് ഇരിട്ടി JCs അന്ന് ആദ്യമാണ് തുടക്കം കുറിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ട് അത് മരങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോഴെല്ലാം പല പല പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ പൈഞ്ചേരി മുക്ക് തൊട്ട് ഇവിടെ വരുമ്പോൾ മരങ്ങളൊന്നും അധികം കാണാനില്ല. ഉണ്ടായിട്ടുള്ള 4-5 മരങ്ങൾ തന്നെ ഇപ്പോൾ അത് നശീകരണ രീതിയിലാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൃത്യമായ നടപടികളിലൂടെ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രതീക്ഷാ പദ്ധതിയാണ് നമുക്കുള്ളത്. ഇരട്ടി യുവകലാ സാഹിത്യയുടെ തീർച്ചയായിട്ടുള്ള സപ്പോർട്ട് ഈ അവസരത്തിൽ. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി. ഈരായിക്കൊല്ലി ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവത്തിന് തുടക്കമായി. ഈരായിക്കൊല്ലി ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവത്തിന് തുടക്കമായി. മടപ്പുര സെക്രട്ടറി എം ഷൈജു കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. രവീന്ദ്രൻ, കുഞ്ഞനന്ദൻ, രാജൻ, രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. പോത്തിന്റെ കൊമ്പിൽ പോത്തിൻകുട്ടി കുടുങ്ങി. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തായിരുന്നു സംഭവം. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്താണ് പോത്തിന്റെ കൊമ്പിൽ പോത്തുകുട്ടി കുടുങ്ങിപ്പോയത്. പോത്തും പോത്തുകുട്ടിയും ഏറെ നേരം പണിപ്പെട്ടിട്ടും കൊമ്പിന്റെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പോത്തിന്റെ കൊമ്പിൽ കുടുങ്ങിപ്പോയ പോത്തുകുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നത്.
ഉടൻ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി പോത്തൻകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ബാക്കിൽ കായലുമല ഇറങ്ങും. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിന്റെ 69ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ കൊളക്കാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂള് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് MLA എന്ന നിലയിൽ ഈ വിദ്യാലയവുമായിട്ട് എല്ലാ വർഷവും പല പരിപാടികളിലും സംബന്ധിച്ച് സ്നേഹബന്ധത്തിൽ തുടരുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ PTA പ്രസിഡൻറ്റും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. മാനേജർ അച്ഛന്മാരും പ്രധാന അധ്യാപിക ജാൻസി ടീച്ചറും മറ്റധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഈ വിദ്യാലയത്തെ ഒരു മാതൃകാ വിദ്യാലയമാക്കി എല്ലാ തലങ്ങളിലും മാറ്റിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം. മനുഷ്യൻ ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വിശേഷാൽ ശക്തിയുള്ള ബുദ്ധിയുള്ള സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ജന്മനാ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ വളർത്തിക്കൊണ്ടുവരാൻ, നല്ല വ്യക്തികളായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചെറുപ്രായത്തിൽ അറിവ് നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്കതിനാവശ്യമുള്ള പരിശീലനം വേണം. ഇന്നിവിടെ അധ്യാപകർ നിരവധി പേരുണ്ട്, വൈദികരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാലയങ്ങളോട് അങ്ങേയറ്റം നന്ദി മനസ്സിൽ സൂക്ഷിക്കാനും എപ്പോഴെങ്കിലും പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയാൽ പ്രകടിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിലോ സാമൂഹ്യ രംഗത്തോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ ക്രെഡിറ്റ് ഗോസ് ടു മൈ സ്കൂൾ. ക്രെഡിറ്റ് ഗോ ടു മൈ സ്കൂൾസ് ആൻഡ് മൈ കോളേജസ് wherein I was a student. ചടങ്ങിൽ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ സോണി വടശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ മാനേജർ ഫാദർ തോമസ് പട്ടാകുളം, SRG കൺവീനർ സോണിയ തോമസ്, സിന്ധു ചിറ്റേരി, K നിഷാന്ത്, ജോമി ജോസ്, NV മാത്യു, PTA പ്രസിഡന്റ് സന്തോഷ് പെരേപ്പാടൻ, റീജ തോമസ്, ജിസ്ന ടോബിൻ, ഏഞ്ചൽ മരിയ റെന്നി, ദീപ്തി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ പോൾ മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജാൻസി തോമസ്, അധ്യാപകരായ PA ജെയിൻസൺ, റീന ചെറിയാൻ, സിസ്റ്റർ PV ജയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഈ സ്കൂളിന്റെ അമരക്കാരിയായി നിന്ന് സ്കൂളിനെ സർവ്വതോന്മുഖ ഏറ്റുവാങ്ങാനായിട്ട് സിസ്റ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കും. ശീലങ്ങളും സ്വപ്നങ്ങളും സമ്മാനിച്ച
തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ശുഭരാത്രി മനസ്സുകൊണ്ട് മേരാം ആശംസ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് മധുവിധുവാസന്തരാവിൽ പട്ടുമുറ്റ വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. ഹൈവിഷൻ ന്യൂസ് കേളകം. ചരമം. കോളിയാട് ടൗണിലെ ആദ്യകാല വ്യാപാരി ഹൈസ്കൂളിന് സമീപത്തെ സി പോക്കു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ആമിന, മക്കൾ ആരിഫ, റഹിയാനത്ത്, റഹ്മത്ത്, സവാദ്, ഷദീദ്, മരുമക്കൾ അസു, അഹമ്മദ് കുട്ടി, ഹാരിസ്, ഹസീന, ഹസ്മ. കേളകം വെള്ളൂന്നിയിലെ കളത്തിൽ ജോസഫിന്റെ ഭാര്യ എലിസബത്ത് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. മക്കൾ ബിനോയ്, ബിൻസി, ബീന, മരുമക്കൾ ദിവ്യ, സൈജു, സന്തോഷ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 വെള്ളൂന്നി പ്രൊവിഡൻസ് പള്ളി സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 204, പേരാവൂർ 204, കൊട്ടിയൂർ 204. റബ്ബർ ലോട്ട് കിലോയ്ക്ക് ഇരിട്ടി 189, പേരാവൂർ 189, കൊട്ടിയൂർ 189. ഒട്ടുപാൽ കിലോയ്ക്ക് ഇരിട്ടി 123, പേരാവൂർ 127, കൊട്ടിയൂർ 128. ചിരട്ടപ്പാൽ കിലോയ്ക്ക് ഇരിട്ടി 118, പേരാവൂർ 117, കൊട്ടിയൂർ 118. കുരുമുളക് കിലോയ്ക്ക് ഇരിട്ടി 665, പേരാവൂർ 670, കൊട്ടിയൂർ 675. കൊട്ടടയ്ക്ക കിലോയ്ക്ക് ഇരിട്ടി 400, പേരാവൂർ 405, കൊട്ടിയൂർ 400. കശുവണ്ടി കിലോയ്ക്ക് ഇരിട്ടി 160, പേരാവൂർ 160, കൊട്ടിയൂർ 161. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 13,965, വെള്ളി 10 ഗ്രാമിന് 3,700. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനന്തവാടി എരുമത്തെരുവിൽ കാറിന് തീ കൊളുത്തി വ്യാപാരി മരിച്ചു. മരിച്ചത് വള്ളിത്തൊടി സ്വദേശി സജീർ. കുടുംബാംഗങ്ങൾക്കും പൊള്ളലേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യവിഷബാധ. പായം കരിയാലിലെ 24 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. റബ്ബറിന് പൊടിക്കുമിൽ രോഗം. തളിരിലകൾ കൊഴിയുന്നു. പാൽ ഉൽപാദനത്തിനും വന്നിടിവ്. ഇതോടെ ഹൈവിഷൻ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.